Hello, dear children. Welcome back to SS class. Today we are going to study a chapter in our geography, chapter 3, Our Changing Earth. നമ്മുടെ എർത്തിലുണ്ടാവുന്ന ചേഞ്ചസ്, നമ്മുടെ മാറുന്ന ഭൂമി. നമ്മൾ നിത്യേന താമസിക്കുന്ന നമ്മുടെ എർത്തിൽ ഒരുപാട് ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ മാറുന്ന നമ്മുടെ ഭൂമിയെക്കുറിച്ചിട്ടാണ് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ. The lithosphere is broken into a number of plates known as the lithospheric plates. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ലിത്തോസ്ഫിയറിക് പ്ലേറ്റ്സ് പറയുന്നതിൻ്റെ മുമ്പ് നമുക്ക് ലിത്തോസ്ഫിയർ എന്താണെന്ന് പറയാം. Lithosphere, the rigid outer part of the earth, consisting of the crust and upper mantle. The lithosphere comprises a number of plates. എന്താണ് ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത് പുറംതോടും മുകളിലെ ആവരണവും അടങ്ങിയിട്ടുള്ള ഒരു ഭാഗമാണ്. പുറംതോടും മുകളിലൊരു ആവരണം, എന്താ പറയുക, ഒരു കവറ് പോലെ ഉള്ള ഒരു അടങ്ങുന്ന ഭൂമിയുടെ പുറം ഭാഗമാണ് ലിത്തോസ്ഫിയർ. ലിത്തോസ്ഫിയറിൽ നിരവധി പ്ലേറ്റുകൾ അടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ ഫസ്റ്റ് ലിത്തോസ്ഫിയർ, ദ റിജിഡ് ഔട്ടർ പാർട്ട് ഓഫ് ദി എർത്ത് കൺസിസ്റ്റിംഗ് ഓഫ് ദി ക്രസ്റ്റ് ആൻഡ് അപ്പർ മാൻഡിൽ. പുറംതോടും മുകളിലൊരു കവർ രൂപത്തിലൊരു ആവരണവും അടങ്ങുന്ന ഭൂമിയുടെ പുറം ഭാഗമാണ് ലിത്തോസ്ഫിയർ. ലിത്തോസ്ഫിയറിൽ നിരവധി പ്ലേറ്റുകൾ അടങ്ങിയിരിക്കുന്നുണ്ട്. The lithosphere is broken into a number of plates known as the lithospheric plates. ലിത്തോസ്ഫിയറിക് പ്ലേറ്റുകൾ എന്നറിയപ്പെടുന്ന നിരവധി പ്ലേറ്റുകളായി ലിത്തോസ്ഫിയർ വിഘടിച്ചിരിക്കുന്നു. അപ്പോൾ ലിത്തോസ്ഫെറിക് പ്ലേറ്റ്സ് എന്നറിയപ്പെടുന്ന നിരവധി പ്ലേറ്റുകളായി ലിത്തോസ്ഫിയർ വിഘടിച്ചിരിക്കുന്നു. You will be surprised to know that these plates move around very slowly. ഈ പ്ലേറ്റുകൾ വളരെ സാവധാനത്തിൽ സഞ്ചരിക്കുന്നെന്ന് അറിയുമ്പോൾ നിങ്ങൾ ആശ്ചര്യപ്പെടും. ജസ്റ്റ് എ മില്ലിമീറ്റേഴ്സ് ഈച്ച് ഇയർ, ഓരോ വർഷത്തിലും 1 മില്ലിമീറ്റർ മാത്രമായിട്ട്, വളരെ കുറച്ചായിട്ട് ഇത് സാവധാനത്തിൽ സഞ്ചരിക്കുന്നുണ്ട്. ദിസ് ഈസ് ബിക്കോസ് ഓഫ് ദി മൂവ്മെൻറ്റ് ഓഫ് ദി മോൾട്ടൻ മാഗ്മ ഇൻസൈഡ് ദ എർത്ത്. ഭൂമിക്കുള്ളിൽ ഉരുകിയ മാഗ്മയുടെ ചലനമാണ് ഇതിന് കാരണം. അപ്പോൾ ഭൂമിക്കുള്ളിലെ ഉരുകിയ മാഗ്മ ഉള്ളത്, അത് ചലിക്കുന്നത് കൊണ്ടാണ് ലിത്തോസ്ഫെറിക് പ്ലേറ്റ്സിന് ചലനം സംഭവിക്കുന്നത്. ദ മോൾട്ടൻ മാഗ്മ ഇൻസൈഡ് ദ എർത്ത് മൂവ്സ് ഇൻ എ സർക്കുലർ മാനർ ആസ് ഷോൺ എ ദ ആക്ടിവിറ്റി. അപ്പോൾ ഭൂമിക്കുള്ളിൽ ഉരുകിയ മാഗ്മ പ്രവർത്തനത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ വൃത്താകൃതി, ഒരു സർക്കുലർ മാനറിലാണ് നീങ്ങുന്നത്. ഒരു ആക്ടിവിറ്റി പറയുന്നുണ്ട്, അതിൽ ഉള്ളതുപോലെ ഒരു വൃത്താകൃതിയിലാണ് മോൾട്ടൻ മാഗ്മ ഭൂമിക്കുള്ളിൽ സഞ്ചരിക്കുന്നത്. അപ്പോൾ ദിസ് ആക്ടിവിറ്റി, ടേക്ക് എ സ്മോൾ കളേർഡ് പേപ്പർ പെല്ലറ്റ് ആൻഡ് പുട്ട് ഇറ്റ് ഇൻ എ ബീക്കർ ഹാഫ് ഫില്ലഡ് വിത്ത് വാട്ടർ. അപ്പോൾ ഒരു ചെറിയ നിറമുള്ള പേപ്പർ പെല്ലറ്റ് എടുക്കുക, ഒരു ചെറിയ നിറമുള്ള പേപ്പർ പെല്ലറ്റ് എടുക്കുക. ഇൻ എ ബീക്കർ ഹാഫ് ഫില്ലഡ് വിത്ത് വാട്ടർ. അപ്പോൾ എടുത്ത് വെള്ളം നിറച്ച ഒരു ബീക്കറിൽ ഇടുക. പ്ലേസ് ദ ബീക്കർ ഓൺ ദി ട്രൈപോഡ് സ്റ്റാൻഡ് ആൻഡ് ഹീറ്റ് ഇറ്റ്. അപ്പോൾ ഈ ബീക്കർ ഈ പേപ്പർ പെല്ലറ്റ് ഇട്ട ഈ ബീക്കർ ഒരു ട്രൈപോഡ് സ്റ്റാൻഡിൽ വെച്ചിട്ട് ചൂടാക്കുക. As the water warm up, you will observe that the paper pellet is moving upward along the warm layer of water and then sink back along with the cooler layers of water. എന്താണ്, ഇങ്ങനെ ചൂടാക്കുമ്പോൾ ആ വെള്ളം ചൂട് പിടിക്കുമ്പോൾ പേപ്പർ പെല്ലറ്റ് ചൂടുള്ള ജലപാളികളോടൊപ്പം മുകളിലേക്ക് നീങ്ങുകയും അതുപോലെ തന്നെ തണുത്ത ജലപാളികളോടൊപ്പം താഴേക്ക് പോവുകയും ചെയ്യുന്നതായിട്ട് നിരീക്ഷിക്കുക. ദ മോൾട്ടൻ മാഗ്മ ഇൻസൈഡ് ദ എർത്ത് മൂവ്സ് ഇൻ എ സിമിലിയർ മാനർ. അപ്പോൾ ഇതുപോലെ ചൂടുള്ളതുണ്ടാകുമ്പോൾ മുകളിലോട്ടും തണുത്തതാകുമ്പോൾ താഴോട്ടുമായിട്ട് ഈ പേപ്പർ പെല്ലറ്റ് ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട് ആ ബീക്കറിൽ വെക്കുമ്പോൾ.
അതുപോലെയാണ് ഭൂമിക്കുള്ളിൽ ഉരുകിയ മാഗ്മയും ഇതേപോലെ സമാന രീതിയിലാണ് നീങ്ങുന്നത്. അപ്പോൾ ഫസ്റ്റ് ഒരു ബീക്കറിൽ വെള്ളം എടുത്തു, ഒരു പേപ്പർ പെല്ലറ്റ് ഇട്ടു, കളർ പേപ്പർ പെല്ലറ്റ്. ആ കളർ പേപ്പർ പെല്ലറ്റ് ഒരു ബീക്കറിൽ ഇട്ടിട്ട് ആ ബീക്കറിൽ കത്തിച്ച് ചൂടാക്കുകയാണ്. അപ്പോൾ ചൂടാക്കുമ്പോൾ എന്താ, ഹീറ്റ് വരുമ്പം കണികകളോടൊപ്പം മുകളിലേക്കും തണുപ്പ് വരുമ്പോൾ താഴോട്ടുമായിട്ട് ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്. ഇതുപോലെയാണ് മാഗ്മ ഭൂമിക്കുള്ളിൽ സഞ്ചരിക്കുന്നത്. The movement of these plates cause changes on the surface of the earth. ഈ പ്ലേറ്റ്സിലെ ചലനം ഭൂമിയുടെ ഉപരിതലത്തിൽ മാറ്റങ്ങൾക്ക് കാരണമാവുന്നുണ്ട്. The earth movements are divided on the basis of the forces which cause them. അപ്പോൾ ഭൂമിയുടെ ചലനങ്ങൾ അവയ്ക്ക് കാരണമാകുന്ന ഫോഴ്സുകളുടെ അടിസ്ഥാനത്തിൽ വിഭജിക്കപ്പെട്ടിരിക്കുന്നു. ഭൂമിയിൽ ഇങ്ങനെ ചലനങ്ങൾ നടക്കുകയാണല്ലോ, അത് അതിൻ്റെ ഫോഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ വിഭജിക്കപ്പെട്ടിട്ടുണ്ട്. ദ ഫോഴ്സസ് വിച്ച് ആക്ട് ഇൻ ദി ഇൻറ്റീരിയർ ഓഫ് ദി എർത്ത് ആർ കോൾഡ് ആസ് എൻഡോജനിക് ഫോഴ്സസ്. ഭൂമിയുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ശക്തികളെ എൻഡോജനിക് ഫോഴ്സസ് എന്നും, അതുപോലെ and the forces that work on the surface of the earth are called exogenic forces. ഭൂമിയുടെ ഉപരിതലത്തിൽ പ്രവർത്തിക്കുന്ന ശക്തികളെ എക്സോജനിക് ഫോഴ്സസ് എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഈ പ്ലേറ്റ്സിൻ്റെ ഈ ചലനം എന്താ, ഭൂമിയുടെ ഉപരിതലത്തിൽ, കാരണം ഈ ഭൂമിയുടെ ഉള്ളിൽ ഈ മാഗ്മ ചലിക്കുന്നതോടൊപ്പം ഈ ലിത്തോസ്ഫെറിക് പ്ലേറ്റ്സിൽ ഉണ്ടാകുന്ന ചലനം ഭൂമിയുടെ ഉപരിതലത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഭൂമിയുടെ ചലനം എങ്ങനെയാണ്, ഭൂമിയുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ശക്തികളെ, ഉള്ളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ഫോഴ്സിനെ എൻഡോജനിക് ഫോഴ്സ് എന്നും, ഭൂമിയുടെ ഉപരിതലത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതിനെ എക്സോജനിക് ഫോഴ്സസ് എന്നും പറയുന്നുണ്ട്. ലുക്ക് ദിസ് പിക്ചർ, ഫിഗർ 3.1. എർത്ത് മൂവ്മെൻറ്റ്സ്, നമ്മൾ എർത്തിലുണ്ടാകുന്ന മൂവ്മെൻറ്റ്സ് രണ്ടായിട്ട് പറയുന്നുണ്ട്, എൻഡോജനിക് ഫോഴ്സസും എൻഡോജനിക് ഫോഴ്സസ്, എക്സോജനിക് ഫോഴ്സസ്. അപ്പോൾ എർത്ത് മൂവ്മെൻറ്റ്സ് രണ്ടായിട്ടാണുള്ളത്. എർത്തിൽ ഉള്ളിലായിട്ട് ഉണ്ടാകുന്നതിനെ എൻഡോജനിക് എന്നും ഉപരിതലത്തിൽ ഉണ്ടാകുന്ന ഫോഴ്സിനെ എക്സോജനിക് ഫോഴ്സ് എന്നും പറയുന്നുണ്ട്. അപ്പോൾ എൻഡോജനിക് ഫോഴ്സ് ഉണ്ടാവുന്നതുകൊണ്ടുണ്ടാവുന്ന എന്താ, സഡൻ ഫോഴ്സസ്, പെട്ടെന്നുണ്ടാവുന്ന ഫോഴ്സസ് ആണ് എൻഡോജനിക് ഫോഴ്സസ്. അത് എർത്ത് കേക്ക്, വോൾക്കാനോ, ലാൻഡ് സ്ലൈഡ്സ്. എർത്ത് കേക്ക് മീൻസ് ഭൂകമ്പം, വോൾക്കാനോ അഗ്നിപർവ്വതങ്ങൾ, അതുപോലെ ലാൻഡ് സ്ലൈഡ്സ് മീൻസ് മണ്ണിടിച്ചിൽ. അങ്ങനത്തെ ചേഞ്ചസ് ഒക്കെ ഉണ്ടാവുന്നത് ഭൂമിയുടെ ഉള്ളിലുണ്ടാവുന്ന ഫോഴ്സിൻ്റെ ചേഞ്ചിലുണ്ടാകുമ്പോഴാണ് ഈ എർത്ത് ക്വേക്കും വോൾക്കാനോ ലാൻഡ് സ്ലൈഡ്സൊക്കെ ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ എൻഡോജനിക് ഫോഴ്സ് ഉള്ളതാണ് ഡെസ്ട്രോഫിക് ഫോഴ്സസ്. ഡെസ്ട്രോഫിക് ഫോഴ്സസ് പറഞ്ഞാൽ സാവധാനത്തിലുള്ള ശക്തികൾ. അപ്പോൾ എന്താ, ബിൽഡിംഗ് മൗണ്ടെയ്ൻസ്, ഈ പർവ്വതങ്ങളൊക്കെ പണിയൂലേ, അപ്പോൾ അതിലൊക്കെ ഉണ്ടാകുമ്പോൾ സാവധാനത്തിൽ ഒരു മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. എന്നാൽ എക്സോജനിക് ഫോഴ്സസ് എന്താണ് ഉണ്ടാവുന്നത്, ഇറോഷണൽ ആൻഡ് ഡെപ്പോസിഷണൽ, ഈ മണ്ണൊലിപ്പ്, അതുപോലെ നിക്ഷേപം, റിവർ, വിൻഡ്, സീ വേവ്സ്, തിരമാലകൾ, ഹിമാനി പറഞ്ഞാൽ മഞ്ഞുകട്ടകൾ ഉണ്ടല്ലോ, അങ്ങനത്തെ ബാഹ്യമായിട്ട് ഉപരിതലത്തിലുണ്ടാവുന്ന മാറ്റങ്ങൾക്ക് കാരണമാകുന്നത് എക്സോജനിക് ഫോഴ്സസ് ആണ്. കാരണം ഒരു റിവർ മേക്ക് ചെയ്യുക, അതേപോലെ വിൻഡ് ഉണ്ടാവുക, സീ വേവ്സ് തിരമാലകൾ ഉണ്ടാവുക, ഗ്ലേസിയേഴ്സ് മീൻസ് ഹിമാനി, ഇതൊക്കെ ഭൂമിയുടെ ഉപരിതലത്തിൽ ബാഹ്യമായിട്ട് കാണുന്ന വസ്തുക്കളാണ്. അപ്പോൾ അതുണ്ടാവുന്നത് എക്സോജനിക് ഫോഴ്സസിൻ്റെ കാരണങ്ങൾ കൊണ്ടും, എന്നാൽ ഭൂമിയുടെ ഉള്ളിലുണ്ടാവുന്ന എൻഡോജനിക് ഫോഴ്സസിൻ്റെ കാരണമായിട്ട് ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതിലെന്താണ്, സഡൻ ഫോഴ്സസ്, പെട്ടെന്നുള്ള കാരണങ്ങളാണ് കൂടുതലും. അതിൽ മെയിനായിട്ടുള്ളത് എർത്ത് ക്വേക്ക്, വോൾക്കാനോ, ലാൻഡ് സ്ലൈഡ്സ്. അതൊക്കെ എന്താ, പെട്ടെന്ന് ഭൂമിയുടെ ഉള്ളിൽ ഒരു ചെറിയ മാറ്റം സംഭവിക്കുമ്പോഴാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. Then lithospheric plates. The Earth's crust consists of several large and some small rigid
irregularly shaped plates, slabs, which carry continents and the ocean floor. ഭൂമിയുടെ പുറംതോട് വലിയതും ചെറുതും കടുപ്പമുള്ളതും ക്രമരഹിതമായിട്ട് ആകൃതിയുള്ളതുമായ പലകകൾ ഉൾക്കൊള്ളും. അപ്പം ഭൂമിയുടെ പുറംതോടിൽ എന്താ വലുതും ചെറുതും കടുപ്പുള്ളതായിട്ടൊക്കെ ഉള്ള വ്യത്യസ്ത ആകൃതിയിലുള്ള പലകകൾ ഉണ്ട്. അവ ഭൂഖണ്ഡങ്ങളും സമുദ്രനിരപ്പും വഹിക്കുന്നു. കാരണം ഓരോ പ്ലേസിലെ കോണ്ടിനെൻ്റ് ഏതാണോ അവിടുത്തെ ഓഷൻ ഏതാണോ അതൊക്കെ ഈ ലിത്തോസ്ഫെറിക് പ്ലേറ്റ്സ് വഹിക്കുന്നുണ്ട്. അതാണ് ഒരു ലിത്തോസ്ഫെറിക് പ്ലേറ്റ്. ദെൻ അപ്പോൾ നമ്മൾ എർത്ത് മൂവ്മെൻറ്റ്സ് പറഞ്ഞു. എർത്ത് മൂവ്മെൻറ്റ്സ് എൻഡോജനിക് ഫോഴ്സും ഉണ്ട്, എക്സോജനിക് ഫോഴ്സും ഉണ്ട്. എൻഡോജനിക് ഫോഴ്സ് പെട്ടെന്ന് സംഭവിക്കുമ്പോൾ അതിൽ ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവുന്നു. അതുപോലെ എക്സോജനിക് പറഞ്ഞു. ദെൻ നെക്സ്റ്റ്, എൻഡോജനിക് ഫോഴ്സസ് സംടൈംസ് പ്രൊഡ്യൂസ് സഡൻ മൂവ്മെൻറ്റ്സ് ആൻഡ് അറ്റ് ദ അതർ ടൈംസ് പ്രൊഡ്യൂസ് സ്ലോ മൂവ്മെൻറ്റ്സ്. ഇപ്പം എൻഡോജനിക് ഫോഴ്സസ് ഉള്ളിലുള്ള ശക്തികൾ ചിലപ്പോൾ എന്താ പെട്ടെന്നുള്ള ചലനങ്ങൾ ഉണ്ടാക്കുകയും അതേപോലെ ചില സമയങ്ങളിൽ ഭയങ്കര സ്ലോ ആയിട്ടുള്ള ചലനങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം ഉള്ളിലാണ് അതിൻ്റെ ഫോഴ്സ് ഉണ്ടാകുന്നത്. എൻഡോജനിക് ഫോഴ്സിൻ്റെ മാറ്റങ്ങൾ ഭൂമിയുടെ ഉള്ളിലാണ് ഉണ്ടാകുന്നതെങ്കിലും ചില സമയങ്ങളിൽ സഡൻ മൂവ്മെൻറ്റ്സ് പെട്ടെന്ന് തന്നെ അത് സംഭവിക്കുന്നുണ്ട്. ചില സമയങ്ങളിൽ അത് സ്ലോ ആയിട്ട് മാറ്റങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. സഡൻ മൂവ്മെൻറ്റ്സ് ലൈക്ക് earthquakes ആൻഡ് volcanoes cause mass destruction over the surface of the earth. ഭൂകമ്പം, അഗ്നിപർവ്വതങ്ങൾ തുടങ്ങിയവ പെട്ടെന്നുണ്ടാക്കുന്ന ചലനങ്ങൾ മൂലം ഉപരിതലത്തിൽ ഭയങ്കര നല്ല മാസമായിട്ടുള്ള നാശങ്ങൾക്ക് കാരണം ആവുന്നുണ്ട്. അപ്പം ഭൂമിയുടെ ഉള്ളിലുണ്ടാവുന്ന ഫോഴ്സിൻ്റെ ഭാഗമായിട്ട് പെട്ടെന്ന് ചേഞ്ച് വരുമ്പോൾ ഉണ്ടാവുന്നതാണ് എർത്ത് ക്വേക്കും വോൾക്കാനോ ഒക്കെ. അപ്പോൾ ഈ എർത്ത് ക്വേക്കും വോൾക്കാനോ ഒക്കെ ഉണ്ടാവുമ്പോൾ എന്താ പെട്ടെന്ന് തന്നെ അത് ഉണ്ടാവുന്നതുകൊണ്ട് ഭൂമിയുടെ ഉപരിതലത്തിൽ ഭയങ്കര നാശങ്ങൾ ഉണ്ടാക്കാനത് കാരണം ആവുന്നുണ്ട്. ദെൻ a volcano is a vent opening in the earth's crust through which molten material erupts suddenly. എന്താണ് വോൾക്കാനോ ഭൂമിയുടെ പുറംതോടിൻ്റെ ഒരു വെൻറ്റ് മീൻസ് ഓപ്പണിങ്, തുറക്കുക. ഭൂമിയുടെ പുറംതോടിനെ തുറന്നു വെക്കുകയാണ് വോൾക്കാനോ ചെയ്യുന്നത്. അതിലൂടെ ഉരുകിയ വസ്തുക്കൾ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്നു. അപ്പം ഇറപ്സ് മീൻസ് പൊട്ടിത്തെറിക്കുക. അപ്പോൾ വോൾക്കാനോ എന്ന് പറഞ്ഞാൽ എന്താ? വോൾക്കാനോ ഈസ് എ വെൻറ്റ് ഇൻ ദി എർത്ത്സ് ക്രസ്റ്റ് ത്രൂ വിച്ച് ദ മോൾട്ടൺ മെറ്റീരിയൽ ക്രബ്സ് സഡൻലി. അപ്പോൾ വോൾക്കാനോ എന്ന ഭൂമിയുടെ ക്രസ്റ്റ് മീൻസ് പുറംതോട്. ക്രസ്റ്റിൻ്റെ ഒരു വെൻറ്റ് തുറക്കുകയാണ്, അതിൻ്റെ ഉൾഭാഗം തുറന്നു വെക്കുകയാണ് ചെയ്യുന്നത്. അതിലൂടെ ഉരുകിയ വസ്തുക്കൾ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്നു. അങ്ങനെ എന്താ ഭൂമിയുടെ പുറംതോട് മുകൾ ഭാഗം ക്രസ്റ്റ്, മാൻഡിൽ, കോറ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടില്ലേന്നോ? അപ്പോൾ ഭൂമിയുടെ പുറംഭാഗമായിട്ടുള്ള ക്രസ്റ്റ് എന്ത് ചെയ്യാണ്? ചെറുതായിട്ട് വെൻറ്റ് ഓപ്പൺ ചെയ്യാണ്. എന്നിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ഉരുകിയ വസ്തുക്കളൊക്കെ പുറത്തേക്ക് പൊട്ടിത്തെറിക്കുന്നതിനെയാണ് വോൾക്കാനോ, അഗ്നിപർവ്വതം എന്ന് പറയുന്നത്. ലുക്ക് ദിസ് പിക്ചർ, ഫിഗർ 3.2, എ വോൾക്കാനോ. ഫസ്റ്റ് കണ്ടോ, ഒരു പർവ്വതത്തിൻ്റെ മുകളിൽ, ഒരു മൗണ്ടൈൻ്റെ മുകളിലൊക്കെയാണ് ഈ അഗ്നിപർവ്വതങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്രസ്റ്റും മാൻഡിലും കഴിഞ്ഞ് അതിൻ്റെ ഉൾവശത്തു നിന്നാണ് ഇത് പുറത്തോട്ട് വരുന്നത്. അപ്പോൾ എന്താ മാഗ്മ ചേമ്പർ അല്ലേ? ഇപ്പോൾ മാഗ്മ ചേമ്പർ ഉള്ളത് മാൻഡിലിൻ്റെ ഉൾഭാഗത്താണ്. ദെൻ അതെന്ത് ഒരു വെൻറ്റ്, ഒരു ഓപ്പണിങ്ങിലൂടെ മുകളിലോട്ട് വന്നിട്ട് അത് ലാവ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? പുറത്തേക്ക് ഒഴുകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഭൂമിയുടെ ഉള്ളിലുള്ള ഒരു പ്രഷറാണ് അത് പുറത്തേക്ക് തള്ളപ്പെടുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? അത് പൊട്ടിത്തെറിക്കുകയാണ്. അങ്ങനെ പൊട്ടിത്തെറിക്കുന്നതിനെ വോൾക്കാനോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ദെൻ വേർഡ് ഒറിജിൻ ചെയ്യുന്നതന്നെ എൻഡോ മീൻസ് ഇൻസൈഡ്, എക്സോ ഔട്ട്സൈഡ്, ജെനിക് ഒറിജിൻ അപ്പോൾ എന്താ? ഉത്ഭവിക്കുക അല്ലേ?
ഇൻഡോ പറഞ്ഞാൽ ഇൻസൈഡും എക്സോ ഔട്ട്സൈഡും ജെനിക് എന്നാൽ ഒറിജിൻ. ഇപ്പം എൻഡോ പ്ലസ് ജെനിക് എൻഡോജെനിക്, എക്സോ പ്ലസ് ജെനിക് എക്സോജെനിക്, അങ്ങനെയാണ് ആ രണ്ട് വേർഡ് ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളത്. ദെൻ സിമിലർലി വെൻ ദ ലിത്തോസ്ഫെറിക് പ്ലേറ്റ്സ് മൂവ് ദ സർഫേസ് ഓഫ് ദി എർത്ത് വൈബ്രേറ്റ്സ്. അതുപോലെ എന്താ ലിത്തോസ്ഫെറിക് പ്ലേറ്റുകൾ ഇങ്ങനെ മൂവ് ചെയ്യില്ല, ഇങ്ങനെ നീങ്ങുമ്പോൾ ഭൂമിയുടെ സർഫേസ് ഉപരിതലം എന്താണ് സ്പന്ദിക്കുന്നു, വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ലിത്തോസ്ഫെറിക് പ്ലേറ്റ് ഇങ്ങനെ മൂവ് ചെയ്യുമ്പം ഭൂമിയുടെ ഉപരിതലം വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ദ വൈബ്രേഷൻസ് ക്യാൻ ട്രാവൽ ഓൾ റൗണ്ട് ദ എർത്ത്. ഇപ്പം എന്താ ഇങ്ങനെ അതിങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ വൈബ്രേഷന് ഭൂമിയിൽ എല്ലാ പ്ലേസിലും അല്ലെങ്കിൽ എല്ലാ സ്ഥലത്തും ഒരു സഞ്ചരിക്കുന്നുണ്ട് ആ ഒരു വൈബ്രേഷൻ. ദസ് വൈബ്രേഷൻസ് ആർ കോൾഡ് എർത്ത് ക്വേക്സ്. അപ്പം എന്താ അങ്ങനെ ലിത്തോസ്ഫെറിക് പ്ലേറ്റുകൾ മൂവ് ചെയ്യുമ്പോൾ ഭൂമിയുടെ ഉപരിതലത്തിൽ ഉണ്ടാകുന്ന വൈബ്രേഷന് എല്ലാ സ്ഥലത്തേക്കും സഞ്ചരിക്കുന്നു. ആ വൈബ്രേഷനെയാണ് നമ്മൾ എർത്ത് ക്വേക്ക് ഭൂകമ്പം എന്ന് പറയുന്നത്. ഫിഗർ 3.3 ഫിഗർ 3.3 നോക്കൂ. ഫോക്കസ്. ദിസ് ഈസ് ദ ഫോക്കസ്. ദിസ് ഈസ് വേർ ദ എർത്ത് ഫോക്കസ് എന്താണ് ആ ഫോക്കസിലുള്ള പ്ലേസിലാണ് എർത്ത് ക്വേക്ക് ഉണ്ടാവുന്നത്. ദെൻ എന്താ പ്ലേറ്റിൻ്റെ ബൗണ്ടറിയിൽ ആ പ്ലേറ്റിൻ്റെ ബൗണ്ടറിക്ക് ഇടയിലൂടെ അത് പാസ് ചെയ്യാണ് ചെയ്യുന്നത്. ദ പ്ലേസ് ഇൻ ദി ക്രസ്റ്റ് വേർ ദ മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ഇസ് എ കോൾഡ് ഫോക്കസ്. എന്താണ് ഈ ചലനം ആരംഭിക്കുന്നത് ക്രസ്റ്റിൻ്റെ സ്ഥലത്ത് ഒരു ഫോക്കസ് എന്ന് വിളിക്കുക. കാരണം ഈ ഒരു എർത്ത് ക്വേക്ക് ഉണ്ടാവുന്ന സ്ഥലത്തെയാണ് ഫോക്കസ് എന്ന് വിളിക്കുന്നത്. ദ പ്ലേസ് ഓൺ ദി സർഫേസ് എബോവ് ദ ഫോക്കസ് ഈ കോൾഡ് എപ്പിസെൻറ്റർ. എന്താ ഈ ഫോക്കസ് എന്ന് വിളിക്കുമ്പോൾ ഈ ഫോക്കസിന് മുകളിലുള്ള സർഫേസ് ഉപരിതലത്തെ ആ സ്ഥലം ഉണ്ടല്ലോ അതിനെ എപ്പി സെൻറ്റർ എന്ന് പറയുന്നു. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ എർത്തിൻ്റെ ഉൾവശത്ത് ഏറ്റവും താഴെ സ്ഥലത്തായിട്ട് ഈ ഫോക്കസ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ എർത്ത് ക്വേക്ക് ഉണ്ടാവുന്നത്. ഇവിടെ ഈ ഭാഗത്താണ് എർത്ത് ക്വേക്ക് ഉണ്ടാവുന്നത്. ദെൻ എർത്ത് ക്വേക്ക് ഉണ്ടാവുന്നതിൻ്റെ നേരെ മുകളിലുള്ള ഉപരിതലത്തിലുള്ള ഭാഗത്തെ നമ്മൾ എപ്പി സെൻറ്റർ എന്ന് പറയുന്നുണ്ട്. എപ്പി സെൻറ്റർ മീൻസ് പ്രഭവ കേന്ദ്രം, അത് ഉണ്ടാവുന്ന കേന്ദ്രമാണ് എപ്പി സെൻറ്റർ. വൈബ്രേഷൻസ് ട്രാവൽസ് ഔട്ട്വാർഡ് ഫ്രം ദി എപ്പി സെൻറ്റർ ആസ് വേവ്സ്. എന്താണ് ഈ വൈബ്രേഷനുകൾ എപ്പി സെൻറ്ററിൽ നിന്ന് തിരമാലകളായിട്ട് പുറത്തേക്ക് സഞ്ചരിക്കുകയാണ്. കാരണം അത് പുറത്തേക്ക് എത്തുന്നത് തിരമാലകളായിട്ടാണ്. ഗ്രേറ്റസ്റ്റ് ഡാമേജ് ഈസ് യൂഷ്വലി ക്ലോസറ്റ് ഓഫ് ദി എപ്പി സെൻറ്റർ ആൻഡ് ദി സ്ട്രെങ്ത് ഓഫ് ദി എർത്ത് ക്വേക്ക് ഡിക്രീസസ് അവേ ഫ്രം ദി സെൻറ്റർ. ഏറ്റവും വലിയ നാശനഷ്ടം സാധാരണയായിട്ട് എപ്പി സെൻറ്ററിനോട് ഏറ്റവും അടുത്താണ് സംഭവിക്കുക. എപ്പി സെൻറ്ററില്ലേ, കാരണം ഈ ഫോക്കസ് അടിയിലുള്ള പ്രഷർ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുമ്പോൾ അതെന്താ ഭൂമിയുടെ ഉപരിതലത്തിൽ ഏത് ഭാഗത്താണോ ഉണ്ടായിട്ടുള്ളത് ആ പ്ലേസിലാണ്, അതിന് നേരെ ഉപരിതലത്തിൽ സർഫേസിലാണ് അത് ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ എപ്പി സെൻറ്ററിലാണ് അത് കൂടുതൽ നാശം ഉണ്ടാക്കിയെടുക്കുക. ആ ഭൂകമ്പത്തിൻ്റെ ശക്തി കേന്ദ്രത്തിൽ നിന്ന് കുറയുന്നു. കാരണം അതിനോട് ബാക്കി നിൽക്കുന്ന പ്ലേസിലുള്ളതിനോടൊക്കെ എന്താ അത് കുറഞ്ഞ് വരികയും ചെയ്യുന്നുണ്ട്. ദെൻ സെയ്സ്മിക് വേവ്സ് റേഡിയേറ്റ് ഔട്ട് ഇൻ ഓൾ ഡയറക്ഷൻസ്. ഉണ്ടോ ഈ രണ്ട് ആരോ മാർക്ക് ഉണ്ടോ? അതെന്താണ് ഈ ഭൂകമ്പം ഉണ്ടാകുമ്പോൾ മുകളിലേക്ക് എത്തുന്ന തരംഗങ്ങൾ എല്ലാ ദിശയിലേക്കും പുറപ്പെടുന്നതിനെയാണ് സെയ്സ്മിക് വേവ്സ് റേഡിയേറ്റ് ഔട്ട് ഇൻ ഓൾ ഡയറക്ഷൻ. അത് എല്ലാ ഡയറക്ഷനിലേക്കും ചലിക്കുന്നുണ്ട്. അപ്പോൾ ഫോക്കസിൽ ഏറ്റവും താഴ്ന്ന ഫോക്കസിൽ എർത്ത് ക്വേക്ക് സംഭവിക്കുന്നു. അപ്പോൾ അതിൻ്റെ നേരെ സർഫേസിലുള്ള പ്ലേസായ എപ്പി സെൻറ്ററിലാണ് കൂടുതൽ നാശങ്ങൾ ഉണ്ടാക്കുന്നത്. എങ്കിലും എന്താണ് ഭൂകമ്പ തരംഗങ്ങൾ അതുണ്ടാവുന്ന വേവ്സ് റേഡിയേറ്റ് ചെയ്യുന്നുണ്ട്. എന്താ എല്ലാ ഡയറക്ഷനിലേക്കും അത് എത്തുന്നുണ്ട്. ദെൻ ഇവിടെ കാണിക്കുന്നത് പ്ലേറ്റ് ബൗണ്ടറിയാണ്.
അപ്പോൾ നമ്മൾ ഒരു ആക്ടിവിറ്റി കൂടെ പറയുന്നുണ്ട്. ടേക്ക് എ കണ്ടെയ്നർ, ഒരു കണ്ടെയ്നർ എടുക്കുക. ഫിൽ ഇറ്റ് വിത്ത് വാട്ടർ ആൻഡ് ക്ലോസ് ഇറ്റ് വിത്ത് ലിഡ്. എന്താണ് അത് വെള്ളത്തിൽ അടച്ച് ഒരു ലിഡ് ഉപയോഗിച്ച് അടക്കുക. അപ്പോൾ ആദ്യം ഒരു കണ്ടെയ്നർ എടുക്കുക, അത് വെള്ളം നിറച്ചിട്ട് ഒരു ലിഡ് ഉപയോഗിച്ചിട്ട് അടക്കുക. പുട്ട് ദ വാട്ടർ ടു ബോയിൽ. എന്നിട്ട് എന്ത് ചെയ്യുക, ആ വെള്ളം വെച്ചിട്ടുള്ള ആ ലിഡ് വെച്ചിട്ടുള്ള ആ വെള്ളം തിളപ്പിക്കുക. നൗ പുട്ട് സം സ്പൂൺ ആൻഡ് ബെഡ്സ് ഓൺ ടോപ്പ് ആൻഡ് ഓൺ ദി ലിഡ്. ഇപ്പോൾ കുറച്ച് പീസ് സ്പൂണ്, അതുപോലെ തന്നെ എന്താണ് കുറച്ച് ബെഡ്സ് ഓൺ ടോപ്പ് ഓൺ ദി ലിഡ്, കുറച്ച് അനിമൽസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആ ലിഡിൽ ഇട്ട് കൊടുക്കുക. വാട്ട് ഡു യു നോട്ടീസ്? അപ്പോൾ എന്താണ് ശ്രദ്ധിക്കുന്നത് നോക്കുക. ആസ് ദി വാട്ടർ ബോയിൽസ് ദ ലിഡ് ബിഗിൻസ് ടു ഷേക്ക്. അപ്പം എന്താ, ഈ വെള്ളം തിളയ്ക്കുമ്പോൾ ലിഡ് ഇങ്ങനെ ഇളകാൻ തുടങ്ങും. കാരണം അതിലുള്ള സാധനങ്ങളുണ്ടല്ലോ. അപ്പോൾ ഈ വെള്ളം തിളക്കുമ്പോൾ ഈ ലിഡ് ഇങ്ങനെ ഇളകാൻ തുടങ്ങും. ദ തിങ്സ് വിച്ച് യു ഹാവ് പുട്ട് ഓൺ ദി ലിഡ് ആൾസോ വൈബ്രേറ്റ്. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിങ്ങനെ ഇളകാൻ തുടങ്ങുമ്പം അതിന് ഈ ലിഡിലിട്ട കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, വൈബ്രേറ്റ് ചെയ്യും. കാരണം ഓൾറെഡി ആ ലിഡിൽ എന്ത് ചെയ്യുന്നുണ്ട്, ആ കണ്ടെയ്നറിലുള്ള ആ ലിഡിൽ നമ്മൾ സ്പൂണ് ചീസ് ഒക്കെ ഇട്ടിട്ടുണ്ടല്ലോ. അപ്പം അതൊക്കെ വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. ദ ബെഡ്സ് റോൾ ഡൗൺ ആൻഡ് ദ സ്പൂൺ വൈബ്രേറ്റ് ടു മേക്ക് എ സൗണ്ട്. ഇൻ ദ സെയിം മാനർ ദ എർത്ത് വൈബ്രേറ്റ് വെൻ ദ എർത്ത് കേക്ക് ഒക്കേഴ്സ്. അപ്പം എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ അതിലുള്ള സാധനങ്ങളൊക്കെ സ്പൂണായിട്ടൊക്കെ ഉരസി ശബ്ദം ഉണ്ടാവുന്നത്, അങ്ങനെ തമ്മിൽ ഇങ്ങനെ ഉരതുമ്പോൾ ശബ്ദം ഉണ്ടാവുന്നുണ്ട്. അതുപോലെ എർത്ത് കേക്ക് ഉണ്ടാവുമ്പോഴും ഭൂമിയും വൈബ്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഒരു കണ്ടെയ്നർ എടുക്കുക. എന്നിട്ട് ആ കണ്ടെയ്നർ എടുത്തിട്ട് എന്താ, അത് വെള്ളം നിറച്ചിട്ട് ഒരു ലിഡ് ഉപയോഗിച്ച് അടക്കുക. എന്നിട്ട് ആ വെള്ളം തിളപ്പിക്കുക. എന്നിട്ട് അതിലേക്ക് ആ ലിഡിലേക്ക് എന്തൊക്കെ ഇട്ട് കൊടുക്കണം, ചീസ് സ്പൂണ് അതൊക്കെ ആ ലിഡിൽ ഇട്ട് കൊടുക്കുക. ആ വെള്ളം തിളപ്പിക്കുന്ന ലിഡിൽ ഇട്ട് കൊടുക്കുക. അങ്ങനെ വെള്ളം തിളച്ച് വരുമ്പോൾ ആ ലിഡ് ഇങ്ങനെ ഇളകാൻ തുടങ്ങും. അപ്പോൾ ആ ലിഡിലിട്ട സാധനങ്ങളൊക്കെ വൈബ്രേറ്റ് ചെയ്യും. അപ്പോൾ അത് തമ്മിൽ ഉരസിയിട്ട് അവിടെ ഒരു ശബ്ദം ഉണ്ടാവും. അതുപോലെയാണ് എർത്ത് കേക്ക് ഉണ്ടാവുമ്പോൾ ഭൂമിയും ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നത്. ദെൻ ഡു യു നോ ദർ ആർ 3 ടൈപ്സ് ഓഫ് എർത്ത് കേക്ക് വേവ്സ്. 3 തരത്തിലുള്ള എർത്ത് കേക്ക് തരംഗങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഫസ്റ്റ് പി വേവ്സ്, ലോങ്റ്റിറ്റ്യൂഡിനൽ വേവ്സ്. ഫസ്റ്റ് എന്താ, പി വേവ്സ്, അതിനെ ലോങ്റ്റിറ്റ്യൂഡിനൽ രേഖാംശ വേവ്സ് എന്നും പറയുന്നുണ്ട്. സെക്കൻഡ് എസ് വേവ്സ് ഓർ ട്രാൻസ്വേഴ്സീവ് വേവ്സ്. എസ് തരംഗങ്ങളെന്നും ട്രാൻസ്വേഴ്സ് വേവ്സ് തിരശ്ചീന തരംഗങ്ങളെന്നും പറയുന്നുണ്ട്. ദെൻ തേർഡ് എൽ വേവ്സ് ഓർ സർഫേസ് വേവ്സ്. എൽ വേവ്സോ അല്ലെങ്കിൽ ഉപരിതല തരംഗങ്ങളെന്നും പറയുന്നുണ്ട്. അപ്പോൾ 3 തരത്തിലാണ് എർത്ത് കേക്ക് ഉള്ളത്. പി വേവ്സ് ഓർ ലോങ്റ്റിറ്റ്യൂഡിനൽ വേവ്സ്, എസ് വേവ്സ്, ട്രാൻസ്വേഴ്സീവ് വേവ്സ് ആൻഡ് എൽ waves or surface waves. So today we are discussing about a small topic in our new chapter, our changing earth. നമ്മുടെ എർത്തിൽ ഉണ്ടാകുന്ന ചേഞ്ചസിനെ കുറിച്ചിട്ടാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് നമ്മൾ ലിത്തോസ്ഫെറിക് പ്ലേറ്റ്സ് പറഞ്ഞു. ദെൻ ലിത്തോസ്ഫെറിക് പ്ലേറ്റ്സിൽ ഉണ്ടാകുന്ന മൂവ്മെൻറ്റ്സ് കാരണം നമ്മുടെ എർത്തിൻ്റെ ഉള്ളിൽ ഒരുപാട് ഫോഴ്സ് ഉണ്ടാകുന്നുണ്ട്. ആ ഫോഴ്സിനനുസരിച്ച് നമ്മളെ എർത്തിൻ്റെ സർഫേസ് ഉപരിതലത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടെന്നും പറഞ്ഞു. ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളത് ഭൂമിയുടെ ഉള്ളിലുള്ള മാറ്റങ്ങളാണ് എൻഡോജനിക് ഫോഴ്സസും, പുറമേ ഉള്ളതിനെ എക്സോജനിക് ഫോഴ്സസുമായിട്ട് പറയുന്നുണ്ട്. ദെൻ എൻഡോജനിക് ഫോഴ്സസ് പെട്ടെന്ന് സംഭവിക്കുമ്പോൾ അത് ഭൂമിയുടെ ഉപരിതലത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ടാക്കുന്ന 2 മാറ്റങ്ങളാണ്, ഒന്ന് വോൾക്കാനോ, 2 എർത്ത് കേക്ക്. ഇപ്പോൾ വോൾക്കാനോ ഉണ്ടാകുമ്പോഴും എർത്ത് കേക്ക് ഉണ്ടാകുമ്പോഴും നമ്മുടെ എർത്ത് മൂവ്മെൻറ്റ്സിൽ എൻഡോജനിക് ഫോഴ്സസ് ആണ് ഉണ്ടാവുന്നത്. ഓക്കെ, ഡു യു അണ്ടർസ്റ്റാൻഡ് അവർ ക്ലാസ്? ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് ആസ്ക് മീ. Okay, bye dear children. Meet in next class. See you again.